ണെങ്കിൽ ഏറ്റവും ഒടുവിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് പീപ്പിൾസ് പൾസിന്റെ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളാണ്. അതിൽ ജാർഖണ്ഡിൽ NDA സഖ്യം 44 മുതൽ 51 സീറ്റുകൾ വരെ നേടാം എന്നുള്ളതാണ്. ബസന്ത് ഒരു ആന്റി ഇൻകംബൻസി അവിടെ ഉണ്ടായിരിക്കുക മാത്രമല്ല BJP ഒരു ടാക്ടിക് നിലപാട് ഈ നമ്മൾ ഹരിയാനയിലെ കണ്ടതുപോലെ തന്നെ ജാട്ടിതര വോട്ടുകളൊക്കെ അത് ഏകീകരിച്ചുകൊണ്ടൊക്കെ അല്ലെങ്കിൽ അവിടെ ഈ ആദിവാസി മേഖലകളിലും ഗോത്ര വിഭാഗക്കാർക്കുള്ള ഇടയിലൊക്കെ എടുത്ത ഒരു ടാക്ടിക്ക് ആ നീക്കങ്ങളൊക്കെ ഒരുപക്ഷെ ഫലം കാണുന്നു എന്ന സൂചകങ്ങളാണോ ഇപ്പോൾ ഈ പ്രവചനങ്ങളായി വരുന്നത്? പ്രതീക്ഷ, ഇത് ജാർഖണ്ഡിനേക്കാൾ ഉപരി വളരെ കൃത്യമായി ആ കാസ്റ്റ് മാട്രിക്സ് പഠിച്ചിട്ടുള്ള മഹാരാഷ്ട്രയിലാണ് BJP അത് വളരെ വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സൂചനകൾ വെച്ച് വിലയിരുത്താൻ കഴിയും. കാരണം അവിടെ മറാഠ വോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ത്യ സഖ്യം നടത്തിയത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവിടെയാണ് ഒരുപക്ഷെ ഈ പറഞ്ഞ കണക്കുകൾ ശരിയെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് പിഴച്ചിട്ടുള്ളത്. കാരണം 35% മാത്രമാണ് മറാഠ വോട്ടുകൾ മഹാരാഷ്ട്രയിലുള്ളത്. ബാക്കി ഏകദേശം 52 മുതൽ 53% വരെ വോട്ടുകൾ പിന്നാക്ക വോട്ടുകളാണ്. അതായത് മറാഠ ഇതര വോട്ടുകളാണ്, പിന്നാക്ക വോട്ടുകളാണ് വരുന്നത്. മറാഠ ഒരു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മഹാരാഷ്ട്രയിൽ നടന്നിരുന്നു. അതിന് സർക്കാരിനെതിരെയായിരുന്നു ആ പ്രക്ഷോഭമൊക്കെ തന്നെ നടന്നത്. അതിന് പിന്തുണ നൽകിയിരുന്നത് മഹാവികാസ് അഘാഡിയായിരുന്നു. ജാരംഗ് പാട്ടീൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെങ്കിലും വലിയ സ്വാധീനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെലുത്തിയിരുന്നു എന്നുള്ളതാണ് സൂചന. പക്ഷേ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് NDAക്ക് ഉണ്ടായ കനത്ത തിരിച്ചടി അവരെ ഒരു വലിയൊരു വിലയിരുത്തലിലേക്ക് അല്ലെങ്കിൽ ഒരു പരിശോധനയ്ക്ക് വഴിവെക്കുകയും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി BJP ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഈ മറാഠ വോട്ടുകളല്ലാത്ത മറ്റ് പിന്നാക്ക വോട്ടുകളാണ്. അതായത് OBC വോട്ടുകൾ ഏകദേശം 52% അത് BJP വളരെ കാലം മുമ്പ് തന്നെ നടപ്പാക്കിയ ഒരു ഫോർമുലയുണ്ട്. മാധവ് എന്നാണ് അതിന് പറയുന്നത്. അതായത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട മാലികൾ, അതോടൊപ്പം തന്നെ ധൻഗർ, അതോടൊപ്പം വഞ്ചാരികൾ, ഇത് മൂന്നും ചേർന്നാണ് ഈ മാധവ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ, കാസ്റ്റ് കോമ്പിനേഷൻ BJP കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മഹാരാഷ്ട്രയിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു ഫോർമുലയാണ്. അതായത് എന്ന് പറയുന്ന തോട്ടക്കാർ, ധൻകാർ എന്ന് പറയുന്നത് കാലിമേക്കുന്നവർ, അതുപോലെ വഞ്ചാരകർ, ഈ 3 സമുദായങ്ങളെയും ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ പരീക്ഷണം BJP വിജയിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി സജീവമാക്കുന്ന തരത്തിൽ BJP ഇത്തവണ അവിടെ തെരഞ്ഞെടുപ്പ് നടപ്പാക്കി എന്നുള്ളതാണ്. RSSന്റെ നേതൃത്വത്തിലുള്ള വളരെ താഴെത്തട്ടുള്ള ഒരു മൈക്രോ മാനേജ്മെൻറ്റ് ഈ പിന്നാക്ക വിഭാഗങ്ങളുടെ ഏകീകരണത്തിന് വഴിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയാകും. കാരണം മറാഠവാഡയിലും വെസ്റ്റേൺ മഹാരാഷ്ട്രയിലും മാത്രമാണ് ഈ മറാഠ വോട്ടുകളുടെ ഏകീകരണം ഒരു ഏകോപിച്ചുള്ള ഒരു സ്ഥലങ്ങളുള്ളത്. ഈ സ്ഥലങ്ങളിലെ വോട്ടുകൾ ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് വിലയിരുത്താം. അതോടൊപ്പം തന്നെ ഏകദേശം 40 സീറ്റുകളിൽ മൈനോറിറ്റി വോട്ടുകൾ, അതായത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമുണ്ട്. അത് ഇന്ത്യ സഖ്യത്തിന് പൂർണ്ണമായും അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ ഈ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രസംഗം ഏറ്റവും ഒടുവിലായി ഇപ്പോൾ വരുന്ന പീപ്പിൾസ് പൾസിന്റെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രവചനം വരുന്ന പറയുന്നത് മഹായുതി പീപ്പിൾസ് പൾസ് പറയുന്നത് 175 മുതൽ 195 വരെ വ്യക്തമായ ഒരു മുന്നേറ്റം, വ്യക്തമായ മുന്നേറ്റം പ്രവചിക്കുകയാണ്. മഹാവികാസ് അഘാഡിക്ക് 85 മുതൽ 112 വരെ. മഹായുതി ചാണക്യ സ്ട്രാറ്റജീസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മഹായുതി 152 മുതൽ 160 വരെ സീറ്റുകൾ നേടുമെന്നുള്ളതാണ്. അതായത് എല്ലാ എക്സിറ്റ് പോളുകളും കംഫർട്ടബിൾ മെജോറിറ്റി കൊടുക്കുന്നുണ്ട് NDA സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അനുസരിച്ച്. തീർച്ചയായും വലിയൊരു സൂചകമായിരിക്കും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ. ബസന്ത് അറിയാമല്ലോ, കാരണം അവിടെ ഉദ്ധവിന്റെ ഭാവി, ഒപ്പം പവാറിന്റെ ഭാവി, മറ്റുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഒക്കെ തന്നെ ചുക്കാൻ പിടിക്കുന്ന ആളുകളുടെ ഒക്കെ തന്നെ ഭാവിയൊക്കെ നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പായതുകൊണ്ട് ഈ സൂചകങ്ങളെ ഇങ്ങോട്ട് ഈ കഴിഞ്ഞ 5 വർഷക്കാലം മഹാരാഷ്ട്രയിൽ എന്തൊക്കെ നമ്മൾ കണ്ടു, പല രാഷ്ട്രീയ നാടകങ്ങൾ നമ്മൾ വിലയിരുത്തിയതാണ്, കണ്ടതാണ്. ബസന്ത്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ സൂചകങ്ങളെ കാണേണ്ടി വരിക ഇപ്പോൾ? ഞാനതാ പറഞ്ഞത്, മറാഠ വോട്ടുകളുടെയും ന്യൂനപക്ഷ വോട്ടുകളുടെയും ഏകീകരണം ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വരുമ്പോൾ ഈ പിന്നാക്ക വോട്ടുകളുടെ ഏകീകരണം അങ്ങനെയാണെങ്കിൽ ഈ കണക്കുകൾ ശരിയാണെങ്കിൽ NDAക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. അതോടൊപ്പം തന്നെ അപ്പർ കാസ്റ്റ് വോട്ടുകളുടെയും പിന്നെ ആ ഒരു ഏകീകരണം ഹരിയാനയിൽ അവർ പരീക്ഷിച്ച ആ നടപടി, അതായത് ആ ഒരു കാസ്റ്റ് മാട്രിക്സ്, ജാതി സമവാക്യത്തിൻ്റെ ആ പരീക്ഷണം, അതായത് ഹരിയാനയിൽ ജാട്ട് വിരുദ്ധ വോട്ടുകൾ അല്ലെങ്കിൽ ജാട്ട് ഇതര വോട്ടുകളുടെ ഏകീകരണം ഹരിയാന BJPയെ ജയിക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാണെങ്കിൽ അത് ഒരു പക്ഷേ ഈ പിന്നാക്ക വിഭാഗങ്ങളുടെ ഏകീകരണം അവർക്ക് അനുകൂലമായി വരുന്നു. അതുപോലെ പല സ്ഥലങ്ങളിലും മറാഠ വോട്ടുകൾ ചിതറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു.